കുറ്റം ആരിലായാലും അതിന് കാരണക്കാരായവരെയെല്ലാം വിചാരണ ചെയ്ത് സത്യം അറിഞ്ഞിട്ടേ ശിക്ഷിക്കാറുള്ളൂ. അതുകൊണ്ട് ചോദിക്കുക, കേട്ടൊക്കെ സത്യമാണോ? എന്താ പറ? ആരും അറിഞ്ഞിട്ടില്ല ഇതുവരെ. എല്ലാവരെയും വിളിച്ചു വരുത്തി മുറ്റത്തെ പലകയിലിരുത്തി വിചാരണ ചെയ്താലേ സത്യം പറയുന്നുണ്ടോ? പറയടി, ആ ചെറുക്കനും നിനക്ക് വേണ്ട ബന്ധം എന്താ? സത്യം പറയാതെ വിടില്ല ഞാൻ. ഈ കുറ്റം ഏറ്റു പറഞ്ഞാല് ശിക്ഷയ്ക്ക് ഇളവ് കിട്ടും. അങ്ങനെ ഒരു രീതി ഉണ്ട്. കൽപ്പിക്കുന്ന ശിക്ഷയ്ക്ക് മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ ഉണ്ടായിരുന്നു പണ്ട് ഇല്ലങ്ങളിൽ. കാലം മാറിയില്ലേ സ്വാമി? അപ്പോ കുറ്റം ചെയ്തിട്ടില്ലെന്നാണോ? അതെ. എന്നാൽ കേട്ടതൊക്കെ സത്യം. നന്ദി കേട്ടവള്. ഈ ഇല്ലത്തിന്റെ ശാപമാണ് നീ. വന്നു കയറി അന്ന് തുടങ്ങി നാശം. സത്യം സമ്മതിച്ച സ്ഥിതിക്ക് ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അറിയാം. ഇതിന്റെ പേരിൽ ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണോ എന്നല്ലേ? അതെ. സാധ്യമല്ല എന്നാ അതിന്റെ ഉത്തരം. ആഹാ, കാലാകാലങ്ങളായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങള് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ ഈ ഉള്ളവർക്ക് കഴിയുമെന്നാണോ? വിചാരണ, പിന്നതിന്റെ ശിക്ഷ, പിന്നങ്ങോട്ട് സംഭവിക്കുന്നത് എന്താണ്? പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഉള്ളവളും. കുറ്റം സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശിക്ഷ നടപ്പാക്കുമെന്ന് ഉറപ്പ്. പിന്നെയോ കാമരസം വിധവയിൽ അടിച്ചേൽപ്പിക്കുന്നത് അന്നു മുതൽക്കല്ലേ? ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ, മുകളിൽ നിന്ന് കാര്യസ്ഥന്മാർ വരെ അതിൽപ്പെടും. നിർത്തേ. എനിക്കറിയേണ്ടത് ഇതിന്റെ കാരണക്കാരാണെന്ന്. നീ അതോ അവനോ? മുൻകൈയെടുത്ത് ആരാണെന്ന്? ആരുമായി കൊള്ളട്ടെ, അതിനുചിതമായൊരു പരിഹാരം. അതല്ലേ പുതിയ തലമുറയ്ക്കായി നിങ്ങളൊക്കെ ചെയ്തു തരേണ്ടത്. സാധ്യമല്ല. പിന്നെ പലരുടെയും ചൂടേറ്റ് വാങ്ങാൻ വിധിക്കപ്പെട്ട വിധവ ഒരാളെ മാത്രം മോഹിച്ചതാണോ ചെയ്ത തെറ്റ്? തർക്കശാസ്ത്രം കൊണ്ട് ആചാരങ്ങളെ ജയിക്കാമെന്നാണോ കുട്ടി വ്യാമോഹിക്കുന്നത്? ജൈവം പരാജയവുമല്ല വിഷയം, ജീവിതമാണ് യാചിക്കുന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭിക്ഷ കൊടുക്കാനുള്ളതല്ല. 4 അക്ഷരം പഠിച്ചു എന്ന് വെച്ചിട്ട് എന്ത് തോന്നിയ ദിവസം ആവുന്ന എന്നാ കേട്ടോളാ. ആചാര്യന്മാർ ഉണ്ടാക്കിയ അന്തസ് കൈവിട്ട് കളിക്കാൻ നോം ആരെ അനുവദിക്കില്ല. എന്താ വേണ്ടതെന്ന് നമുക്കറിയാം. വടോ. തെറ്റ് ചെയ്യുന്നവരെ മുക്കാലി കെട്ടിട്ട് തല്ല് മാത്രമല്ല കൊല്ലുന്ന പാരമ്പര്യം ഇല്ലങ്ങളിലുണ്ട്. പക്ഷെ ഈ ഇല്ലത്തിന് അങ്ങനെ ഒരു ഗതികേട് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരു വിധി നമ്മുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് നടത്തിയേ പറ്റൂ. തിരുമേനി, അതേടോ, ഈ ഇല്ലത്ത് വന്ന് നെറുകേട് കാണിച്ച ഒരുത്തനും ജീവനോടെ മടക്കാൻ പാടില്ല. കൊത്തി നുറുക്കി കൊല്ലാനുള്ള പക എന്റെ മനസ്സിലുണ്ട് തിരുമേനി. എന്നാ ഒരുങ്ങിക്കോ ചില ഗുരുതികൾക്ക് കളമൊരുക്കാൻ. അവനവിടെ പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയിട്ടുണ്ട്. അത് നന്നായി.
സ്വാമി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ, ബാക്കിയെല്ലാം ഞാൻ നോക്കിയോളാം. ഒന്നും പറ്റിയില്ലല്ലോ നിനക്ക്? നിന്നെ കൊല്ലാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉടനെ രക്ഷപ്പെടണം. ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ. മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വാ. ഈ നേരത്തെ നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങളെ രക്ഷിക്കണം. രണ്ടാളും കൂടി ഒളിച്ചോടുകയാണോ? അനിയൻ നമ്പൂതിരിയെ നിഷേധിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ രണ്ടുപേർക്കും? ജീവിക്കണം നമുക്ക്. ഈ കഴുത്തിലൊരു താലി കെട്ടിക്കൂടെ? ഇനിയെങ്കിലും ജീവിക്കാൻ അനുവദിക്കാത്ത ഇവറ്റകൾക്ക് കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയെങ്കിലും. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും നമ്മൾ ഒരുമിച്ച. ഞാനാ പറയുന്നേ. ഈ തീരുമാനം ഉറച്ചതാണോ? അതെ. ഈ നരകത്തിൽ നിന്ന് ഇനിയെങ്കിലും ഒരു ജീവിതം കൊടുക്കാമല്ലോ അവർക്ക്. നന്നായി. ഇപ്പോഴെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടായല്ലോ ഈ നാട്ടില്. എന്നാ വൈകണ്ട, കടമത്ത് വഞ്ചി കിടപ്പുണ്ട്. വേഗം അങ്ങോട്ട് പൊയ്ക്കോളൂ. ഇവിടെ നിന്നാൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. പൊയ്ക്കോളൂ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞങ്ങളുടെ ജീവനോ? ഒരു സമൂഹത്തെ മുഴുവൻ ആക്ഷേപിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? രണ്ടെണ്ണത്തെയും പച്ചക്ക് കത്തിച്ചു കളയണം. നോക്കി നിൽക്കാതെ പിടിക്കണേ. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ. തെറ്റുകാരിക്ക് മറുചോദ്യത്തിന് അവകാശമില്ല. ചെയ്ത തെറ്റ് സമ്മതിച്ചു തന്നിട്ടുണ്ട് പലവട്ടം. പിന്നെന്താ? ഞാൻ ഒരാളെ സ്നേഹിച്ചു. അതൊരു തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. സ്ത്രീ പുരുഷനെ അല്ലാതെ മറ്റാരെയാണ് ആശ്രയിക്കേണ്ടത്? അതിനിവിടെ നിയമങ്ങളുണ്ട്, ആചാര രീതികളുണ്ട്. അത് തെറ്റിച്ച അതിന്റെ പേരാ വ്യഭിചാരം. ആ പേര് പറഞ്ഞതും പഠിപ്പിച്ചതും നിങ്ങളെ പോലുള്ള ആചാര്യന്മാർ തന്നെയല്ലേ? കൊള്ളാം. പരസ്ത്രീകളെ പ്രാപിക്കാൻ പരവേശമെടുത്ത് പാഞ്ഞവർ. പുരുഷനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലുള്ളവരെ ഈശ്വരൻ സൃഷ്ടിച്ചാൽ പിന്നെ എങ്ങനെ പ്രലോഭിക്കാതിരിക്കും? ഇവളോട് തർക്കിച്ച് നിൽക്കാതെ പിടിച്ചു കെട്ടി തീ കൊളുത്തടാരണ്ടിനെയും. കേൾക്കണം. ഇനി എല്ലാവരും കേൾക്കണം. സ്ത്രീ വിധവയാകുന്നത് അവളുടെ കുറ്റം കൊണ്ടല്ല. എന്നിട്ടും നികൃഷ്ടമായ ആചാര രീതികൾ അടിച്ചേൽപ്പിക്കുന്നു. ഒരായുസ് മുഴുവൻ വിധവ വേദന തിന്ന് ജീവിക്കുന്നു. അവളുടെ വേദന അറിയാൻ ഈ പറഞ്ഞ ആചാര്യന്മാർ
ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ